സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. മഞ്ചേരി എളങ്കൂർ പേലേപ്പുറത്ത് ഭർത്തൃ വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. പേലേപ്പുറം കാപ്പിൽത്തൊടി വിഷ്ണുജയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. കഴിഞ്ഞ 30-നാണ് ഭർത്താവിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടത്. ഭർത്താവ് പ്രഭീൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ്. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഭർത്താവായ പ്രഭീന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ളതിനെ സംബന്ധിച്ച് വിഷ്ണുജ പറഞ്ഞതായി അച്ഛൻ MV വാസുദേവൻ പറയുന്നു. വിഷ്ണുജയുടെ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും ഭർത്താവിന്റെ മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പീഡിപ്പിച്ചിരുന്നത്. അതായത് ഓൾക്ക് സൗന്ദര്യമില്ല, അതേമാതിരി തടിയില്ല എന്നൊക്കെ, ജോലിയില്ല. പിന്നെ അവൻ ഏകദേശം 2 വർഷം അവനെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല അവൻ. അതായത് ഈ ബൈക്കിലാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ ഞാൻ എന്നിട്ട് അവൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ എന്നിട്ട് വണ്ടൂർ ചെന്നുകാണ്ട് അവളെ ബസ് കയറ്റി വെള്ളം ആ പാവം കുട്ടിയെ ബസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്. വണ്ടിയിൽ കൊണ്ടുപോകാൻ സൗന്ദര്യം ഇല്ല, അതിനകത്തുള്ള ഇതില്ല. അങ്ങനെ കുട്ടീനെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുക. പിന്നെ വീട്ടുജോലി പറഞ്ഞാൽ എല്ലാം റോഡ് വരെ കുറെ അടിച്ചു വരാൻ വീട്ടുപണിയൊക്കെ ചെയ്തോട്ടെ, അതല്ല. എന്നിട്ട് വൈകുന്നേരം അമ്മേനോട് വിളിച്ചു പറയാൻ എൻ്റെ അമ്മേൻ്റെ നടു വേദനിച്ചിട്ട് വയ്യ. അപ്പോൾ അത് ഒരു പീഡിപ്പിക്കണ മാതിരിയുള്ള ജോലി ചെയ്തോട്ടെ എന്നല്ല, പ്രശ്നമല്ല. പീഡിപ്പിക്കണ മാതിരിയുള്ള സ്വഭാവം എല്ലാ കാര്യത്തിലും. മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവളെ കൂട്ടുകാരി ബർത്ത്ഡേക്കറ്റെ ഗിഫ്റ്റായിട്ട് ചെന്നപ്പോൾ ഇവളെ മുഖത്തൊരു പാട് കണ്ടു. അത് അടിച്ച പാടാണ്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ അവളെ പോയി സ്വർണം പോരാന്നുള്ള നിരന്തരം പറയലുണ്ടായിരുന്നു. അവ ഇപ്പം ആ സ്വർണ്ണമൊക്കെ നശിപ്പിച്ചേക്കട്ടെ, ഓനൊക്കെ ആകെ ഇതാക്കി കളഞ്ഞേക്കാണ്. അത് ഞാൻ അവിടെ നിൽക്കട്ടെ. മഞ്ചേരി പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് കുടുംബം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്.